എനിക്ക് പകരം കുഴിച്ചിട്ടെന്ന് പറയുന്ന ഒരാളുണ്ട്. ഒരാളുണ്ട് എന്ന് പറയുന്ന ആള് ഞാനാ. പക്ഷെ ഈ പേര് പറഞ്ഞ് കുഴിച്ചിട്ടെന്ന് പറയുന്ന സ്ഥലം തിരിച്ചങ്ങ് അച്ഛനെ ദൈവം തന്നു. ആ മരിച്ച ഏതച്ഛനായാലും അച്ഛൻ ഞങ്ങൾ കർമ്മം ചെയ്ത് പുണ്യമുള്ള ആളാകും. ആന ചവിട്ടിക്കൊന്ന ആൾ ജീവനോടെ മടങ്ങിയെത്തി. അത്ഭുതത്തോടെയാണ് ആ വാർത്ത മക്കളും ബന്ധുക്കളും ഒക്കെ കേട്ടതും നാട്ടുകാർക്ക് അറിഞ്ഞതും. അത്ഭുതമാണ് എല്ലാവർക്കും. നമസ്കാരം. പത്തനംതിട്ട ലാഗയിൽ മഞ്ഞത്തറ എന്ന കോളനിയിൽ രാമൻ ബാബു എന്ന 75 വയസ്സുള്ള വൃദ്ധനെ ആന ചവിട്ടിക്കൊന്നു എന്നാണ് ആദ്യം പുറത്തു വന്ന വാർത്ത. ആന ചവിട്ടിക്കൊന്ന ഒരു മൃതശരീരം കണ്ട് അദ്ദേഹത്തിന്റെ മക്കൾ അത് അച്ഛനാണെന്ന് ഉറപ്പിച്ചു പറയുകയാണ്. മൂത്ത മകൻ ബോസും മറ്റു മക്കളെല്ലാവരും. ഒടുവിൽ അച്ഛനാണെന്ന ഉറപ്പിൽ അവർക്ക് ആ മൃതശരീരം എല്ലാ നടപടികളും പൂർത്തീകരിച്ച് പോലീസ് ഏൽപ്പിക്കുകയാണ്. ഈ മക്കൾ കൊണ്ടുപോയി അവരുടെ ആദിവാസി ആചാര അനുഷ്ഠാനങ്ങൾ അനുസരിച്ച് അടക്കം ചെയ്യുകയും ചെയ്തു. ഏതാണ്ട് 6 ദിവസങ്ങൾക്ക് ശേഷം അച്ഛൻ ജീവനോടെ ഉണ്ടെന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇവർ അറിയുന്നത്. ഈ പരേതനായ രാമൻ ബാബുവിനൊപ്പമാണ് ഞാൻ നിൽക്കുന്നതെന്ന് ഒരുപക്ഷെ പറയേണ്ടി വന്നാൽ അതിൽ ആശ്ചര്യമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ജീവിച്ചിരിക്കുന്ന ആളുകളെ, സലീം കുമാർ അടക്കമുള്ള ആളുകളെ കൊന്ന നാടാണ് നമ്മുടേത്. എങ്കിലും ഇവിടെ തെറ്റുപറ്റിയതല്ല. ഒരുപക്ഷെ ആ വികൃതമായ മൃതശരീരം കണ്ടപ്പോൾ ഈ അച്ഛൻ്റേത് എന്ന് മക്കൾക്ക് തോന്നിപ്പോയി. എങ്കിലും അവർ മാന്യമായി അച്ഛന് ചെയ്യേണ്ട എല്ലാ കർമ്മങ്ങളും ചെയ്താണ് അവിടെ അടക്കം ചെയ്തതും. ഇന്നലെ അത് മാന്തിയെടുക്കുമ്പോഴും അതിനെല്ലാം മൂകസാക്ഷികളായി ആ മക്കളും ഉണ്ടായിരുന്നു. കോന്നി ഡിവിഷനിലുള്ള ഒരു സ്ഥലത്ത് വെച്ച് ഒരു മനു എന്ന ഫോറസ്റ്റ് ഓഫീസറാണ് ഈ വിവരം എല്ലാവരെയും അറിയിക്കുന്നത്. അതിനുശേഷം ബന്ധുക്കളെയും, ഈ രാമൻ ബാബുവിൻ്റെ ബന്ധുക്കളെയും അതുപോലെ മക്കളെയും ഒക്കെ വിവരമറിയിച്ചു. അവർ വന്നു. കോന്നി പോലീസ് സ്റ്റേഷനിൽ വെച്ച് അച്ഛനാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. അച്ഛൻ എപ്പോഴാണ് അറിഞ്ഞത് ഈ അച്ഛൻ്റെ പേരിലുള്ള ഒരാളെ അടക്കം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു? സംഭവം എപ്പോഴാണ് അറിയുന്നത്? മക്കളെ പോലീസ് അവിടെ സ്റ്റേഷനിൽ വന്നായിരുന്നോ? ഫോറസ്റ്റ് ഓഫീസിൻ്റെ അവിടെ വന്ന് എൻ്റെ മൂത്ത മകളെ എന്നെ കെട്ടിപ്പിടിച്ച് പെണ്ണില്ലെങ്കിൽ രണ്ടാമത്തെ മകള് ഷീജ കെട്ടിപ്പിടിച്ച് കരയുന്നു. അവരുടെ ഭർത്താവ് അനില് ഞെട്ടി കരയുന്നു. അപ്പോഴത്തെ അടുത്ത് നിന്നവരെല്ലാം എല്ലാവർക്കും കരച്ചിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ അന്നേരമൊന്നും അറിയുന്നില്ല സംഭവം. പിന്നെ ഒരു 2 മിനിറ്റോളം കഴിഞ്ഞപ്പോഴത്തേക്ക് ഫോറസ്റ്റ് ഞാനുമായിട്ട് സംസാരിച്ചു. എന്തായാലും രാമൻ ബാബു എന്ന ഈ 75 വയസ്സുള്ള ആദിവാസി വൃദ്ധൻ മടങ്ങിയെത്തിയെങ്കിൽ ഇവിടെ ഈ കുഴിയിൽ കുഴിച്ചിട്ടത് ആരുടേതാണ്? ആരുടെ മൃതശരീരമാണ് ഇവിടെ കുഴിയിൽ കുഴിച്ചിട്ടത്? അല്ലെങ്കിൽ ഇവിടെ അടക്കം ചെയ്തത് ആരുടേതാണ്? ആരുടെ മൃതശരീരമാണ്? ഒടുവിൽ എന്തായാലും രാമൻ ബാബു തിരിച്ചെത്തിയ വിവരമറിഞ്ഞ് പോലീസും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, അതുപോലെ വനം വകുപ്പിന്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ അവിടെ നിന്നും ആ മൃതശരീരം മാന്തിയെടുത്തു. വീണ്ടും പോസ്റ്റ്മോർട്ടത്തിനും അതുപോലെ അനന്തര നടപടികൾക്കും വേണ്ടി പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ മൃതശരീരം അതിൻ്റെ DNA പരിശോധനയ്ക്ക് വേണ്ടി എടുക്കുന്നു. അതിനുശേഷം 3 ദിവസം വരെ അവിടെ മോർച്ചറിയിൽ സൂക്ഷിക്കും. ബന്ധുക്കൾ ആരെങ്കിലും വന്നാൽ അവർക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യും. ഈ 3 ദിവസത്തിന് ശേഷം ആരും എത്തിയില്ലെങ്കിൽ വീണ്ടും വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന തരത്തിൽ ആ മൃതശരീരം മറവ് ചെയ്യും എന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത് ആരുടേതാണ് ഈ മൃതശരീരം എന്ന് അറിയാൻ ഈ പറയുന്ന രാമൻ ബാബുവിന് പോലും ആഗ്രഹമുണ്ട്. രാമൻ ബാബു എന്ന ആൾ ഞാനാണ്. ഞാനിവിടെ പയറ് പോലെ നിൽപ്പുണ്ട്. എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഞാനാണെന്ന് കരുതി എൻ്റെ മക്കളൊക്കെ തെറ്റിദ്ധരിച്ച് കുഴിച്ചിട്ട ഒരാൾ ഇപ്പോഴും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മൃതശരീരം പത്തനംതിട്ട ആശുപത്രിയിലാണ്. അതാരാണെന്ന് അറിയണം എന്നാണ് ഈ രാമൻ ബാബു പറയുന്നത്. രാമൻ ബാബു എന്ന ആദിവാസി ഈ വൃദ്ധൻ ഇപ്പോൾ തണ്ണിത്തോടുള്ള മകൻ്റെ കൂടെയാണ് കഴിയുന്നത്. എന്തായാലും അച്ഛൻ മടങ്ങിയെത്തിയ സന്തോഷത്തിലാണ് മക്കളും, അല്ലെങ്കിൽ രാമൻ മടങ്ങിയെത്തിയ സന്തോഷത്തിലാണ് നാട്ടുകാരൊക്കെ. അപ്പോഴും അവിടെ ചില ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. മരിച്ചതാര്? അത് ആരുടേതാണ് മൃതശരീരം? പോലീസിനും അല്ലെങ്കിൽ വനം വകുപ്പിനുമൊക്കെ കീറാമുട്ടിയായി ചില ഉത്തരങ്ങൾ കിട്ടാത്ത ചോദ്യമായി അവശേഷിക്കുകയാണ്. രാമൻ ബാബു ഇപ്പോഴും ജീവനോടെ ഈ ഭൂമിയിലുള്ളപ്പോൾ രാമൻ ബാബുവിൻ്റേതെന്ന് പറഞ്ഞ് കുഴിച്ചിട്ടൊരു ബോഡിയുണ്ട്, പുറത്തെടുത്ത ഒരു ബോഡിയുണ്ട്. ആ മൃതശരീരത്തിൻ്റെ യഥാർത്ഥ ഉത്തരവാദി ആര്? യഥാർത്ഥത്തിൽ അതാരാണ്?
അദ്ദേഹത്തിൻ്റെ പേരെന്താണ്, അദ്ദേഹം എവിടുത്തുകാരനാണ്, ഇതൊക്കെയാണ് ഞങ്ങൾക്കറിയേണ്ടത്.